ഒരു ചമ്മന്തിയുടെ വീഡിയോ ആണ് നമ്മൾ കാണാൻ പോണേ. ഇത് ഇത്തിരി ഉണക്കമുളക്, ഇത് റിഡ്ജ് കാർഡ്, തമിഴിൽ പീർക്കങ്കായ എന്ന് പറയും, ഇംഗ്ലീഷിൽ അതെ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ റിഡ്ജ് കാർഡ്, മലയാളത്തിൽ എന്താണെന്ന് അറിഞ്ഞൂടാ എനിക്ക്. ഇതിൻ്റെ തോല് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം ഞാൻ സാമ്പാറിലെടുത്തു. ഇത് തൊലി വന്നിട്ട് നമുക്ക് കളയണ്ട. ഇത് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാം. ഇതിൽ ഇത്തിരി തേങ്ങ, ഇത് രണ്ടും കൂടെ ഒന്ന് തന്നെ ഇവിടെ തന്നെ വയ്ക്കാം. പിന്നെ ഒരു എന്താ പറയുക, വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് ഒരൊറ്റ വെളുത്തുള്ളി, ഇച്ചിരി പുളി, ഇതെല്ലാം കൂടെ സെപ്പറേറ്റായിട്ട് ഞാൻ നല്ലോണം വറുത്തിട്ടോ, ഓയിലൊന്നും ഇടണ്ട, വെറുതെ ഇങ്ങനെ വറുത്താൽ മതി. എല്ലാം കൂടെ സെപ്പറേറ്റായിട്ട് വറുത്തിട്ട് പിന്നെ നമ്മൾ മിക്സിയിൽ അരയ്ക്കാൻ പോണപ്പോൾ ഇതെങ്ങനെ തന്നെ ഇടാം. ഇതിനകത്ത് ഇതും കൂടി ഇട്ടോളി. ഉണക്കമുളക്, പുളി, തേങ്ങ, ഇത് വന്നിട്ട് സാമ്പാറിലിടില്ലേ, നമ്മൾ സാമ്പാറിലിടുന്ന പരിപ്പ്, അത് തോരൻ പരിപ്പ് എന്ന് പറയും തമിഴിൽ. ഒരുപാട് നല്ലോണം വറുത്തെന്നാണ് തോന്നുന്നത്. ഇച്ചിരി വറുത്താൽ മതി കേട്ടോ. അതെല്ലാം കൂടെ ഇത്തിരി ബ്രൗണായി, ഇങ്ങനെയൊന്നും വറുക്കണ്ട, നല്ല ഗോൾഡൻ ബ്രൗണിൽ വന്നാൽ മതി, അത്രയും മതി. ഇനി നമ്മൾ കല്ലുപ്പ് ഇതിന് അനുസരിച്ച് ഇത്രയും മതി കേട്ടോ. കുറച്ച് ഉപ്പ്, ഇച്ചിരി വെള്ളം. ഇതെല്ലാം കൂടെ ഇപ്പോൾ അരച്ചെടുത്ത് മിക്സ് ചെയ്ത് ഇതുണ്ട്. അത്തിരി പൊരുപുരമെന്ന് അരക്കണം കേട്ടോ. ഇതാ കൺസിസ്റ്റൻസി ഇങ്ങനെ. എന്നിട്ട് ഇത് നല്ല ചോറോടൊപ്പം നല്ല ചോറ് ഇതിലിട്ടിട്ട് ഈ ചമ്മന്തി അങ്ങനെ കഴിക്കാം. ഇത് നല്ല രുചിയുണ്ടാവും. അത് ചോറ് മാത്രമല്ല, ചപ്പാത്തി, പിന്നെ വൈകിട്ട് നമ്മൾ കഞ്ഞിയില്ലേ, പയറ് കഞ്ഞി, അതിലും കൂടെ നമുക്ക് കഴിക്കാൻ നല്ല രുചി ഉണ്ടാവും. ചെയ്ത് നോക്കിയേ. താങ്ക് യു.